തേഴ്സ്ഡേ അതായത് ഓഗസ്റ്റ് 15-ന് ഒരു വമ്പൻ ഷോപ്പിംഗ് പ്ലാനുമായിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കുറെ അധികം സാധനങ്ങൾ വാങ്ങിക്കുകയും ചെയ്തു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ? ആദ്യം നമ്മൾ പോയത് കോട്ടയത്തുള്ള ലൈറ്റ് ഹൗസിലേക്കാണ്. എൻ്റെ കിച്ചണിലെ സ്റ്റൗവിന് മേളിലുള്ളത് വാം ലൈറ്റ് ആണ്. അപ്പോൾ നമ്മൾ കുക്കിംഗ് വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോഴേക്കും ലൈറ്റിന് നല്ല ഇഷ്യൂസ് വരുന്നുണ്ട്. അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ലൈറ്റ്സും അക്സസറീസും ഒക്കെയാണ് നമ്മൾ ഇവിടുന്ന് വാങ്ങിയിട്ടുള്ളത്. അതിന്റെ ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പോയത് കല്ലറയ്ക്കൽ എന്ന് പറഞ്ഞിട്ടൊരു ഫാൻസി സ്റ്റോറിലേക്കാണ്. അവിടെ നിന്ന് ഒരു ഹെയർ എക്സ്റ്റൻഷൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻലി പോയത്. ഇത് 100% ഹ്യൂമൻ ഹെയർ ആണെന്നാണ് പറഞ്ഞത്. ഇങ്ങനെ കാണുമ്പോഴും നമ്മൾ തൊട്ട് നോക്കുമ്പോഴും ഒക്കെ അതിനകത്ത് വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള ക്ലിപ്സ് മാറി മാറി യൂസ് ചെയ്യുകയും ചെയ്യാം. ഇത് 14 ഇഞ്ചിൻ്റെതാണ്. ഇതിന് 3150 രൂപയായിരുന്നു. ഓരോരുത്തരുടെ ഹെയർ ടൈപ്പിന് അനുസരിച്ചുള്ള എക്സ്റ്റൻഷൻസ് അവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. നമ്മൾക്ക് ഈ ഒരു ടൈപ്പ് ആയിരുന്നു ചേരുന്നത്. അതുകൊണ്ട് ഞാൻ ഇതുപോലത്തേത് വാങ്ങി. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ. എനിക്ക് വാങ്ങിയപ്പോൾ ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. കാരണം ഇതിന് എനിക്ക് നല്ല രീതിക്ക് ഒരു നാച്ചുറൽ ഹെയറിന്റെ ഒരു ലുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വാങ്ങിയത് ഈ ഹെയർ ടച്ചപ്പ് സ്റ്റിക്ക് ആണ്. ഇത് നമുക്കിപ്പോൾ ഫോർഹെഡിലൊക്കെ കുറച്ച് വൈറ്റ് ഹെയർ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോകുന്നതിന് മുമ്പ് ഡൈ ഒന്നും ചെയ്യാതെ ഇത് യൂസ് ചെയ്ത് നമുക്കത് കറുപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് ഷഹനാസ് ഹുസൈൻ്റെതാണ്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു സംഭവമാണ്. 335 രൂപയാണ് അതിന്റെ റേറ്റ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോയത് നർമ്മദയിലേക്കായിരുന്നു. കോട്ടയത്തുള്ള നർമ്മദയില്. അവിടെ നമ്മൾ ആദ്യം പോയത് ജെൻസിന്റെ സെക്ഷനിലാണ്. നർമ്മദയിൽ വന്നിട്ട് ആകെ തിരക്ക് കുറവുള്ള ഒരു സ്ഥലം ശരിക്കും ഈ ജെൻസിന്റെ സെക്ഷൻ ആയിരുന്നു. ഇവിടെ നിന്ന് നമ്മൾ മുണ്ടും കുർത്തയുമായിരുന്നു വാങ്ങിച്ചത്. 2 സെറ്റ് മുണ്ടും കുർത്തയും വാങ്ങിച്ചു. പിന്നെ വേറെ സെപ്പറേറ്റ് ഒരു മുണ്ടും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും എല്ലാം അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫീമെയിൽ സെക്ഷനിലേക്കാണ് പോയത്. അവിടെ കെട്ടുകണക്കിന് സാരികളാണ് വന്നിട്ടിരിക്കുന്നത്. ശരിക്കും ഓണത്തിന് എനിക്ക് തോന്നുന്നു കോട്ടയത്തുള്ളവരെല്ലാം ഇതുപോലത്തെ സാരി ആയിരിക്കും ഇനി ഉടുക്കാൻ പോകുന്നത്. എനിക്കാണെങ്കിൽ ഈ സാരി കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഞാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അവരെനിക്ക് വേറെയും കുറച്ച് കളക്ഷനും കൂടെ കാണിച്ചു തന്നു. പക്ഷെ എന്തോ ആദ്യം കണ്ട് ഇഷ്ടപ്പെട്ടതിനോട് മാത്രമാണ് എനിക്ക് കൂടുതൽ ഒരു താല്പര്യം തോന്നിയത്. അതുകൊണ്ട് ഞാൻ അത് തന്നെയാണ് വാങ്ങിയത്. പിന്നെ കൂടുതലും ഫ്ലോറൽ ഡിസൈൻസിലുള്ള സെറ്റ് സാരികളായിരുന്നു ഇത്തവണ കൂടുതലായിട്ടും അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ആ സാരിക്ക് വേണ്ടിയിട്ടുള്ള ബ്ലൗസ് നോക്കാൻ വേണ്ടിയിട്ട് പോയി. പിങ്കും യെല്ലോയും ഫ്ലവേഴ്സ് ആണല്ലോ കൂടുതലായിട്ടുള്ളത്. അപ്പൊ ഞാൻ അതിൽ പിങ്ക് കളർ നോക്കാം എന്നായിരുന്നു വിചാരിച്ചത്. ഇവിടെ ഇപ്പോൾ കൂടുതലും നമ്മുടെ സാധാരണ സെറ്റ് സാരിക്ക് പറ്റുന്ന നല്ല കോട്ടൺ ബ്ലൗസസ് ആണ്, പ്രിന്റഡ് കോട്ടൺ ബ്ലൗസസ് ആണ് കൂടുതലായിട്ടുള്ളത്. ആ സാരിക്ക് ചേരുന്ന കളറിലുള്ള ബ്ലൗസ് എനിക്ക് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ സാധാരണ സെറ്റ് സാരിക്ക് വേണ്ടിയിട്ടുള്ള ഈ പ്രിന്റഡ് ബ്ലൗസ് 2 എണ്ണം വാങ്ങിച്ചു. ഈ ഒരു യെല്ലോ കളറിലുള്ള ബ്ലൗസും ഇത് പ്യുവർ കോട്ടൺ ആണ്. നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആയിരുന്നു. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. പിന്നെ ഇത് ഒരു സിൽക്കി ടൈപ്പ് ആണ്. ഇതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് നല്ല റേറ്റ് കുറവാണ്. റേറ്റ് ഒക്കെ ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കാം. ഇവിടെ ഓരോ ഫ്ലോറിലും ബില്ലിംഗ് സെഷൻ ഉണ്ട്. നമ്മൾ ആ ഫ്ലോറിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങൾക്ക് ബില്ല് അടച്ചതിന് ശേഷമാണ് നമ്മൾ അടുത്ത ഫ്ലോറിലേക്ക് പോകുന്നത്. ബ്ലൗസ് ഒക്കെ വാങ്ങിയതിന് ശേഷം ഞാൻ ലൈനിങ് മെറ്റീരിയൽസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അടുത്ത ഫ്ലോറിലേക്ക് പോയി. ഇവിടെയാണ് എല്ലാ ടൈപ്പ് മെറ്റീരിയൽസും അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെയായിരുന്നു ഏറ്റവും കൂടുതൽ തിരക്കുണ്ടായിരുന്നതും. ലൈനിങ് മെറ്റീരിയലും കൂടെ വാങ്ങിയതിന് ശേഷം നമ്മൾ നേരെ പോയത് ഓക്സിജനിലേക്കാണ്. ഓക്സിജനിൽ ഇന്നത്തെ ഒരു ദിവസം മാത്രം ഫ്രീഡം സെയിൽ നടക്കുന്നുണ്ട്. രാവിലെ 10 മുതൽ രാത്രി 12 മണി വരെയാണ് ഫ്രീഡം സെയിൽ ഉള്ളത്. നല്ല ഓഫറിൽ സാധനങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ പത്രത്തിലൊക്കെ അഡ്വർടൈസ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഫ്രിഡ്ജും മിക്സിയൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത്. എല്ലാ ഐറ്റംസിനും നല്ല റേറ്റ് കുറവ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഭയങ്കര തിരക്കുമായിരുന്നു. കൂടുതൽ തിരക്കുണ്ടായിരുന്നത് മൊബൈലിന്റെയും ടിവിയുടെയും ഒക്കെ സെക്ഷനിലായിരുന്നു. പിന്നെ താഴെ വേറൊരു ഫ്ലോറിൽ ഇതിനെ കഴിഞ്ഞ് നല്ല രീതിയിൽ പ്രൈസ് കുറവുള്ള ഒരു സെക്ഷൻ കൂടി ഉണ്ടായിരുന്നു. അവിടെ ഫ്രിഡ്ജൊക്കെ 300 ലിറ്ററിന് താഴെ ഉള്ളതായിരുന്നത് കൊണ്ട് നമ്മൾ മേളിലത്തെ ഫ്ലോറിലേക്ക് വന്നതാണ്. നമ്മൾ ഒരു ഗോദ്റെജിന്റെ ഫ്രിഡ്ജ് ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ സുജാതയുടെ മിക്സി ആയിരുന്നു ആദ്യം നോക്കിയത്. പിന്നെ എനിക്ക് ആ പ്രീതിയുടെ സോഡിയാക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ അതാണ് സെലക്ട് ചെയ്തത്. EMI ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാണ് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്ന ഫ്രിഡ്ജും മിക്സിയും. പിന്നെ കുറച്ച് കമ്മലും മുക്കുത്തി ഐലൈനർ ഒക്കെ വാങ്ങിയതിന് ശേഷം ഒരു റെസ്റ്റോറന്റിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയി. അങ്ങനെ ഓണത്തിന്റെ ഒരു പകുതി ഷോപ്പിംഗ് ഇവിടെ കഴിഞ്ഞു. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.